ഹായ് ഓൾ, നമസ്കാരം. എ വെരി ഗുഡ് മോർണിംഗ്. മീറ്റ് മൈ ലീഡേഴ്സ് എന്ന ഈ ഒരു പ്രോഗ്രാമിലേക്ക് എല്ലാവരും സ്വാഗതം ചെയ്യുന്നു. ഈ ഒരു പ്രോഗ്രാം നിങ്ങൾക്ക് മോദി കെയർ ബിസിനസ് നല്ല രൂപത്തിൽ ചെയ്യുന്നതിനായിട്ട് നിങ്ങൾക്ക് സപ്പോർട്ടീവ് ആയിട്ടുള്ള സബ്ജക്ട്സ് തിരഞ്ഞെടുത്ത് അതിന് വളരെ എലിജിബിൾ ആയിരിക്കുന്ന വെരി പവർഫുൾ ലീഡർഷിപ്പിന്റെ ഭാഗത്തു നിന്നായിരിക്കും നിങ്ങൾക്ക് സെഷൻ കിട്ടിക്കൊണ്ടേയിരിക്കുന്നത്. സോ ഇന്ന് നമ്മൾ തിരഞ്ഞെടുത്ത ഒരു സബ്ജക്ട് എന്ന് പറയുന്നത് സിസ്റ്റത്തിനെ കുറിച്ചുള്ളതാണ്. അബൌട്ട് സിസ്റ്റം. ശരിക്കും സിസ്റ്റത്തിലേക്ക് കടക്കുന്നതിന് മുന്നേ എന്താണ് സിസ്റ്റത്തിന്റെ ആവശ്യകത കൂടി ഞാൻ ഒന്ന് കണക്ട് ചെയ്യാം. നമ്മളൊരു വാഹനം സഞ്ചരിക്കണമെങ്കിൽ അതിലൊരു സിസ്റ്റം വേണം. ആക്സിലേറ്റർ, ക്ലച്ച്, ബ്രേക്ക്, എഞ്ചിൻ, ഇതൊക്കെ ചേർന്നതാണ് അവിടുത്തെ സിസ്റ്റം. അതുപോലെ തന്നെയാണ് മനുഷ്യൻ ജീവിച്ച് മുന്നോട്ട് പോകണമെങ്കിൽ നമ്മുടെ ശരീരത്തിലും കുറച്ച് സിസ്റ്റങ്ങളുണ്ട്. റെസ്പിറേറ്ററി സിസ്റ്റം, നമ്മൾ ശ്വസിക്കുന്ന കാര്യം, അതൊരു സിസ്റ്റമാണ്. ഡൈജസ്റ്റീവ് സിസ്റ്റം, ദഹന പ്രക്രിയ നടക്കുന്ന ഒരു സിസ്റ്റത്തിൽ കൂടിയാണ്. ബ്ലഡ് സർക്കുലേറ്ററി സിസ്റ്റം, നമ്മുടെ കോടാനുകൂടി കോശങ്ങളിൽ രക്തം ഇങ്ങനെ ഓടി നടക്കുന്നത് ഒരു സിസ്റ്റമാണ്. അപ്പൊ ഇതിൽ നമുക്ക് മനസ്സിലാക്കാം, ഒരു വാഹനം സഞ്ചരിക്കണമെങ്കിൽ ഒരു സിസ്റ്റം ആവശ്യമാണ്, മനുഷ്യൻ മുന്നോട്ട് പോകണമെങ്കിൽ ഒരു സിസ്റ്റം ആവശ്യമാണ്. ഇതേപോലെ തന്നെയാണ് ബിസിനസ് നല്ല രൂപത്തിൽ മുന്നോട്ട് പോകണമെങ്കിൽ ഒരു സിസ്റ്റത്തിന് വളരെ പ്രാധാന്യം. സോ എന്താണ് സിസ്റ്റം, അതെങ്ങനെയൊക്കെയാണ് നിങ്ങൾ ബിസിനസ്സിൽ അപ്ലൈ ചെയ്യേണ്ടതെന്നുള്ള നല്ല ഒരു സെഷൻ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മോദി കെയറിലുള്ള പവർഫുൾ ലീഡർഷിപ്പിൽ വെച്ച ഒരാളാണ്. മോദി കെയർ ലിമിറ്റഡിന്റെ റോയൽ ബ്ലാക്ക് ഡയമണ്ട് ഡയറക്ടറാണ് ഈ വ്യക്തി. കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ മോദി കെയറിന്റെ ഭാഗമായി ഇന്ന് മോദി കെയറിൽ കൂടെ ഒരു വ്യക്തിയുടെ സ്വപ്നം, ആഗ്രഹം എന്താണോ അതിനും അപ്പുറം നേടിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. ഒരുപാട് പേർക്ക് അത് നേടാനുള്ള അവസരം കൊടുത്തൊരു വ്യക്തിയാണ്. ഏറെ അഭിമാനത്തോട് ഞാൻ വിളിക്കുന്നു. മോദി കെയറിന്റെ ഉള്ളിൽ ഈ വ്യക്തിയെ അറിയപ്പെടുന്നത് കോഴിക്കോടിന്റെ സുൽത്താൻ എന്നാണ്. ഗർജിക്കുന്ന സിംഹം ഒക്കെയാണ്. അപ്പോ എന്തുകൊണ്ടും അനുയോജ്യനായ ഒരു വ്യക്തിയാണ്. വിത്ത് ഓൾ എ പെർമിഷൻ, let me invite our prestigious Royal Black Diamond Director. It's none other than Sultan of Calicut, Mr. Vijesh Kumar. Thank you. Thank you, sir. Thank you. Thank you, Jinesh sir, my brother. എന്ത് വിളിക്കാം, എന്തും വിശേഷിപ്പിക്കാവുന്ന ഒരു വ്യക്തിയാണ്. ഒരുപാട് എൻ്റെ കരിയറിൽ, മോദി കരിയറിൽ ഒരുപാട് എനിക്ക് സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. സോ ഇത്ര തന്നെ നന്ദി പറഞ്ഞാലും മതിയാവില്ല. സോ ഇങ്ങനെ ഒരു സെഷൻ സംസാരിക്കാൻ വേണ്ടി എന്നെ വിളിച്ചതിന് ഒരുപാട് നന്ദി. ഫ്രണ്ട്സ്, എന്നെ പരിചയപ്പെടുത്തി. പേര് വിജേഷ് കുമാർ, കോഴിക്കോടാണ് വീട്. കഴിഞ്ഞ 6 വർഷത്തിലധികമായിട്ട് ഈ ഒരു സംരംഭത്തിന്റെ ഭാഗമായിട്ടുണ്ട്. എൻ്റെ ജീവിതത്തിൽ ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാവാൻ കാരണമായിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി, ഒരു ട്രാൻസ്ഫോംഡ് ലൈഫ്, അതായത് അടിമുടി മാറുക എന്നൊക്കെ പറഞ്ഞതുപോലെ അടിമുടി മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കാരണമായ ഒരു ഓപ്പർച്യൂണിറ്റിയാണ് മോദി കെയർ ബിസിനസ്. സോ ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്, സാർ അതിനെ പറ്റി കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചു. അബൌട്ട് സിസ്റ്റത്തിൽ നമ്മുടെ ബിസിനസ്സിനുള്ള പ്രാധാന്യം, മോദി കെയർ ബിസിനസ്സിൽ സിസ്റ്റത്തിനുള്ള പ്രാധാന്യം. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, മോദി കെയർ ബിസിനസ്സിൽ മാത്രമല്ല, നിങ്ങളുടെ ജീവിതത്തിലും ഒരു സിസ്റ്റത്തിന് ഒരു അപാരമായ പ്രാധാന്യമാണ്. ഒരു വളരെ സിസ്റ്റമാറ്റിക്, നമുക്കറിയാം, ഒരു ഗൃഹനാഥന് വളരെ സിസ്റ്റമാറ്റിക് ലൈഫ് അപ്ലൈ ചെയ്യുന്ന ഒരാളാണെങ്കിൽ ആ ഫാമിലി അടിപൊളിയായി മുന്നോട്ട് പോകുന്നത്. അതേപോലെ തന്നെ നമ്മുടെ ഇന്ത്യൻ ഭരണഘടന ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടാണ് പോകുന്നത്, അല്ലെ? അതേപോലെ തന്നെ വാഹനങ്ങൾ, സാർ നേരം സംസാരിച്ച വാഹനങ്ങൾ, ഇതെല്ലാം തന്നെ ഒരു സിസ്റ്റത്തിന്റെ പിൻബലത്തോട് കൂടിയിട്ടാണ് മുന്നോട്ട് പോകുന്നത്. സോ ഇവിടെയും 100% നിങ്ങൾ സിസ്റ്റത്തെ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഈ ബിസിനസ്സിൽ എന്ത് കഴിവുണ്ടോ ഇല്ലയോ എന്നുള്ളൊരു പ്രശ്നമല്ല. നിങ്ങൾക്ക് എവിടെ എത്തിച്ചേരണോ അവിടെ നിങ്ങൾ എത്തിച്ചേരുന്നുണ്ടാവും. എന്റെ ജീവിതത്തിൽ ഉണ്ടായ ഒരു മാറ്റമാണ്, ആ ഒരു സിസ്റ്റത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കി ഞാൻ അപ്ലൈ ചെയ്ത സമയത്ത് എന്റെ ജീവിതത്തിൽ ഒരുപാട് മാറ്റം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് നിങ്ങളുടെ ജീവിതത്തിലും മാറ്റങ്ങൾ ഉണ്ടാകും, ഒരു സംശയമില്ല. ഒരിക്കൽ കൂടി നിങ്ങൾ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. പലപ്പോഴും പല ആളുകളും എന്നോട് പറയാറുണ്ട്, അല്ലെങ്കിൽ പലപ്പോഴും പല ആളുകളും പരാജയപ്പെടുന്ന സമയത്ത് എന്താണ് സക്സസിന്റെ സീക്രട്ട് എന്ന് ചോദിക്കാറുണ്ട്. അപ്പൊ എനിക്ക് തോന്നിയ ഒരേ ഒരു കാര്യം, സക്സസിനും ഈ മോദി കെയർ ലൈഫിൽ, അതായത് നെറ്റ്വർക്ക് മാർക്കറ്റ് ഇൻഡസ്ട്രിയിൽ സക്സസിന് മറ്റൊരു സീക്രട്ട് ഇല്ല എന്നുള്ളതാണ്. സക്സസിന്റെ സീക്രട്ട് എന്ന് പറഞ്ഞാൽ സിസ്റ്റമാണ്. സിസ്റ്റം മാത്രമാണ് സക്സസിന്റെ സീക്രട്ട്. അല്ലെങ്കിൽ സക്സസ് സിസ്റ്റം അഥവാ ഫോർമുല എന്നൊക്കെ നമുക്ക് വിശേഷിപ്പിക്കാം. ഒരു ഫോർമുല, ഈ ഫോർമുല മീൻസ് ഇപ്പൊ നമുക്കറിയാം, 2 ഹൈഡ്രജനും ഒരു ഓക്സിജൻ ചേർന്നാൽ വെള്ളമാവും. അത് കോഴിക്കോടും ആവും, ട്രിവാൻഡ്രത്താവും, അമേരിക്കയിലാവും, ഇന്ത്യയിൽ എവിടെയും ആവും. അതാണ് സിസ്റ്റം. അത് ഒരിക്കലും മാറാത്ത, ഒരിക്കലും മാറ്റപ്പെടാത്ത. ഒരുപക്ഷെ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ഉണ്ടായ കാലം മുതൽ ഇനി എത്ര കാലം നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ഇൻഡസ്ട്രി ഉണ്ടോ ആ കാലം വരെ ഒരിക്കലും നിലനിൽക്കുന്ന, ഒരിക്കലും മാറാത്ത ഒരു പ്രോസസ്സാണ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ. ആ
ആ സിസ്റ്റത്തിന് 100% എടുത്ത് പ്രവർത്തിക്കുന്ന സമയത്താണ് ശരിയായ ഒരു വിജയം ഉണ്ടാവുന്നത്. മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് ഞാൻ കണ്ടത് ഒരുപാട് പ്രോഡക്ട്സ് ഉള്ള കമ്പനികളെ ഞാൻ കണ്ടിട്ടുണ്ട്, ഒരുപാട് ഒരുപക്ഷെ നല്ല പ്ലാൻ ഉള്ള ഒരു കമ്പനിയെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ അവിടെ സിസ്റ്റത്തിന്റെ അഭാവം കൊണ്ട് പരാജയപ്പെടുന്നത് കണ്ടിട്ടുണ്ട്. അപ്പൊ നല്ല പ്രോഡക്ട്സ് ഉണ്ടായതുകൊണ്ട് കാര്യമില്ല, നല്ല പ്ലാൻ ഉണ്ടായതുകൊണ്ട് കാര്യമില്ല, കമ്പനി മാനേജ്മെന്റ് ഉണ്ടായതുകൊണ്ട് കാര്യമില്ല. ഉണ്ടാവേണ്ടത് ഒരു സിസ്റ്റമാണ്. ആ സിസ്റ്റത്തെ കുറിച്ചിട്ടാണ് ഞാൻ ഇന്ന് സംസാരിക്കുന്നത്. സോ ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. എന്താണ് സിസ്റ്റം എന്നുള്ളത്? സർ കാണുന്നുണ്ടോ ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ നമ്മൾ ഇന്ന് സംസാരിച്ചത് സിസ്റ്റം. അപ്പൊ സിസ്റ്റത്തിൽ ഞാൻ പല ബുക്സിലും അല്ലെങ്കിൽ എൻ്റെ ലീഡേഴ്സിനെ പഠിപ്പിച്ച ഒരു സിസ്റ്റത്തെ കുറിച്ചിട്ടാണ് ഇവിടെ സംസാരിക്കുന്നത്. ഞാൻ റെപ്രസെന്റ് ചെയ്യുന്നത് കേരളത്തിലെ ഇന്ന് ലീഡിംഗ് ഓർഗനൈസേഷനായ ടീം ഗ്ലോബൽ എന്ന ഓർഗനൈസേഷനിലാണ്. ഓർഗനൈസേഷനായി ഞാൻ എൻ്റെ മദർ ഓർഗനൈസേഷനാണ്. സോ ഇന്ന് മോദിക്കർ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകാൻ കാരണമായത് ഇത്തരത്തിലൊരു സിസ്റ്റം അപ്ലൈ ചെയ്തതുകൊണ്ടാണ്. ആ സിസ്റ്റമാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. ഓക്കെ, സോ എന്താണ് സിസ്റ്റം? സിസ്റ്റം എന്താണ് ചോദിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ആ സിസ്റ്റത്തിന്റെ കുറെ പ്രോസസ്സാണ്. കുറെ പ്രോസസ്സിലൂടെ കടന്നു പോകുന്ന സമയത്താണ് ആ ഒരു സിസ്റ്റം 100% നമുക്ക് അപ്ലൈ ചെയ്ത റിസൾട്ട് നമുക്ക് ലഭിക്കുന്നത്. ആ സിസ്റ്റത്തെ നമുക്ക് എന്ത് വിളിക്കാം? 597 എന്ന് വിളിക്കാം. 597 എന്ന് നമുക്ക് വിളിക്കാം. എന്താണ് 597? ഓരോന്നായി ഞാൻ സംസാരിക്കാം. ആദ്യമായി നമുക്ക് വേണ്ടത് ഈ സിസ്റ്റത്തിൽ സക്സസ് സ്റ്റെപ്സ്, 5 സക്സസ് സ്റ്റെപ്സിനാണ്. 5 വിജയിക്കുന്ന 5 സ്റ്റെപ്പുകളെ കുറിച്ചിട്ടാണ് ഞാൻ ആദ്യം സംസാരിക്കുന്നത്. എന്താണ് ആ സ്റ്റെപ്പ്? ഒന്നൊന്നായി സംസാരിക്കാം. സോ ഒന്നാമത്തെ കാര്യം, ഇത് ഒരിക്കലും ഈ ഒരു ഞാൻ പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്ന് തുടങ്ങിയോ എന്ന് അവസാനിക്കുന്ന അതുവരെ ഒരിക്കലും മാറാത്ത ഒരു കാര്യമാണ് ഇനി ഞാൻ സംസാരിക്കുന്നത്. ശ്രദ്ധയോട് കേൾക്കുക. ഒന്നാമത്തെ കാര്യം, സക്സസ് സ്റ്റെപ്പിന്റെ ഒന്നാമത്തെ കാര്യം ലിസ്റ്റ് ബിൽഡിംഗ് ആൻഡ് സെലക്ഷൻ എന്നതാണ്. ലിസ്റ്റ് ബിൽഡിംഗ് സെലക്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമുക്ക് ഒരു ക്വാളിറ്റി ടീമിനെ നമുക്ക് ബിൽഡ് ചെയ്യണമെങ്കിൽ, ആ ക്വാളിറ്റി ഒരു ക്വാളിറ്റി ബിൽഡിംഗ് നമുക്ക് ഉണ്ടാക്കണമെങ്കിൽ ഒരു ക്വാളിറ്റി മെറ്റീരിയൽസ് നമുക്ക് കളക്ട് ചെയ്യേണ്ടത്. അതേപോലെ തന്നെ ക്വാളിറ്റി ഒരു ടീമിനെ നമുക്ക് ഉണ്ടാവണമെങ്കിൽ നമുക്ക് ക്വാളിറ്റി റോ മെറ്റീരിയൽസ് മീൻസ് ജനങ്ങൾ. ആ ക്വാളിറ്റി റോ മെറ്റീരിയൽസിനെ കളക്ട് ചെയ്യുന്ന സമയത്താണ് ശരിയായ രീതിയിൽ നല്ലൊരു ബിൽഡിംഗ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നത്. അപ്പൊ ബിൽഡിങ്ങിന് ഉദാഹരണം ഞാൻ പറഞ്ഞു. ഒരു ബിൽഡിംഗ് നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് നമുക്കറിയാം, അതിന് നമ്മളൊരു വീട് ഉണ്ടാക്കുകയാണ്. ആ വീട് ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ എന്താണ് ചെയ്യുന്നത്? അവിടെ ഏറ്റവും ബെറ്റർ ആയിട്ട് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള റോ മെറ്റീരിയൽസ്, കല്ല്, മണല്, അതേപോലെയുള്ള സിമെന്റ്, കമ്പി, ഇതൊക്കെ എവിടെ കിട്ടുമെന്ന് അന്വേഷിച്ച് നമ്മൾ ആദ്യം അതാണ് കളക്ട് ചെയ്യുന്നത്. നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് മോദിക്കർ ബിസിനസ്സിൽ ചെയ്യേണ്ടത് ആദ്യം അത് തന്നെ. ഒരു റോ മെറ്റീരിയൽസ് നമ്മൾ കളക്ട് ചെയ്യാം. ഒരുപാട് റോ മെറ്റീരിയൽസിനെ കളക്ട് ചെയ്യാം. അതിന് നമ്മൾ വിളിക്കുന്നത് മെമ്മറി ജോഗർ എന്ന് വിളിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ലിസ്റ്റ് ബിൽഡിംഗ് എന്ന് വിളിക്കുന്നുണ്ട്. അപ്പൊ ലിസ്റ്റ് ബിൽഡിംഗ് നിങ്ങൾക്ക് ഒരു 500 പേരുടെ ലിസ്റ്റിനെ നിങ്ങൾക്ക് ആദ്യം എഴുതാൻ പറ്റുന്നുണ്ടോ? 500 പേരുടെ ആളുകളെ നിങ്ങൾക്ക് കളക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഈ ബിസിനസ്സിൽ ഒരു കോടി രൂപ വരുമാനം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ പോസിബിൾ ആണ്, സാധ്യമാണ്. പലപ്പോഴും സംഭവിക്കുന്നത് വെച്ചാൽ ഇത്തരം ഒരു പ്രോസസ്സിലേക്ക് ആളുകൾ മാറുന്നില്ല എന്നുള്ളതാണ്. പലപ്പോഴും ലീഡേഴ്സ് ഇത് സംസാരിക്കുന്നില്ല എന്നുള്ളത് മറ്റൊരു സത്യം. അപ്പൊ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഈ ബിസിനസ്സിൽ സൈനപ്പ് ചെയ്തു, പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്തു, അത് ഉപയോഗിച്ചു, ഒരു മീറ്റിംഗ് ട്രെയിനിങ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ ലിസ്റ്റ് ബിൽഡിങ്ങിലൂടെയാണ്. മാക്സിമം ആളുകളെ നിങ്ങൾക്ക് കളക്ട് ചെയ്യാൻ പറ്റുന്ന സമയത്ത്, മാക്സിമം ആളുകളെ നിങ്ങളെ ലിസ്റ്റിലേക്ക് ആഡ് ചെയ്യാൻ പറ്റുന്ന സമയത്ത് മാത്രമാണ് അവിടെ നിങ്ങളെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത്, നിങ്ങളുടെ തുടക്കം ഉണ്ടാവുന്നത്. ഓക്കെ, ആ ഒരു ലിസ്റ്റ് ബിൽഡിങ്ങിൽ നിന്ന് സെലക്ഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സെലക്ഷൻ ഒരുപക്ഷെ 500 പേരുടെ നിങ്ങൾ ലിസ്റ്റ് ബിൽഡ് ചെയ്താലും ഈ 500 പേരും നിങ്ങളുടെ കൂടെ ബിസിനസ് ചെയ്യണമെന്ന് ഒരു ചാൻസും ഇല്ല. അത് നമുക്ക് തോന്നുന്ന ഒരു വാം ലിസ്റ്റിലേക്ക് നമുക്ക് മാറ്റാം. അത്തരത്തിലുള്ള ആ വാം ലിസ്റ്റ് ആണ് സെലക്ഷൻ എന്ന് പറഞ്ഞാൽ. ഈ വാം ലിസ്റ്റ് ആണ് നിങ്ങളുടെ ഈ ബിസിനസ്സിൽ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നത്. അത്തരത്തിൽ ലിസ്റ്റ് ബിൽഡിങ്ങിനും സെലക്ഷനും വളരെ വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട് എന്നുള്ളതാണ് ഈ ബിസിനസ്. ഓക്കെ, ഇനി രണ്ടാമത്തെ കാര്യം നോക്കാം. ലിസ്റ്റ് ബിൽഡിങ്ങിൽ നമ്മൾ പോയി, സെലക്ഷൻ നമ്മൾ ചെയ്തു. രണ്ടാമത്തെ കാര്യം അപ്രോച്ചിങ് യുവർ ലിസ്റ്റ്. നിങ്ങളുടെ ഈ ഒരു ലിസ്റ്റിൽ അപ്രോച്ച് ചെയ്യാവുന്നതാണ്. പല ആളുകളും ഞാൻ കണ്ടിട്ടുണ്ട്, പല ആളുകളും ലിസ്റ്റ് ചെയ്യാൻ ഒരുപാട് നല്ല മിടുക്കന്മാരായിരിക്കും, ഒരുപാട് ലിസ്റ്റ് അവരുടെ കയ്യിലുണ്ടാവും. പക്ഷേ ഈ ലിസ്റ്റ് അതേപടി തന്നെ കിടക്കുന്നത് ഒരുപക്ഷെ എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ആ ലിസ്റ്റ് നമ്മൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതിന്റെ രണ്ടാമത്തെ കാര്യം അപ്രോച്ച് ചെയ്യുക, ആളുകളോട് ബിസിനസ് സംസാരിക്കുക എന്നുള്ളതാണ്.
ആ ആളുകളോട് സംസാരിക്കാൻ വേണ്ടി അവരെ ആ ലിസ്റ്റിൽ നിന്ന് നമ്മൾ സെലക്ട് ചെയ്യുക എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം. അപ്രോച്ച് ചെയ്യുക എന്നുള്ളതാണ്. ഈ അപ്രോച്ച് ചെയ്യുക എന്നുള്ളത് രണ്ടാമത്തെ കാര്യമാണെങ്കിൽ, ഇനി മൂന്നാമത്തെ കാര്യം വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ അപ്രോച്ചിങ് സെക്യൂറിംഗ് അപ്പോയിന്റ്മെന്റ്, അതായത് അപ്രോച്ച് ചെയ്യുകയും ചെയ്യണം, അതേപോലെ തന്നെ അപ്പോയിന്റ്മെന്റ് എടുക്കുകയും ചെയ്യണം. ഒരാളോട് ബിസിനസ് പറയാൻ വേണ്ടിയിട്ട് അപ്പോയിന്റ്മെന്റിലൂടെ മാത്രമാണ് അവരോട് സമീപിക്കാൻ പാടുള്ളൂ. ഇതൊരു തിരക്ക് പിടിച്ച അന്തരീക്ഷത്തിലോ തിരക്ക് പിടിച്ച ഒരു ആളുകളോടോ നമ്മൾ പോയി ബിസിനസ് സംസാരിക്കുന്ന സമയത്ത് ഒരിക്കലും ഒരു പോസിറ്റീവ് റിസൾട്ട് നമുക്ക് കിട്ടൂല. അവിടെ നെഗറ്റീവ് റിസൾട്ട് മാത്രമാണ് നമുക്ക് കിട്ടുന്നത്, അല്ലെ? നമുക്കറിയാം, ഒരു തിരക്ക് പിടിച്ച അന്തരീക്ഷം നമ്മൾ പോയി പറയുന്ന സമയത്ത് ഒരുപക്ഷെ അവരും നമ്മളെക്കാളും തിരക്കാരും നമ്മൾ അവരെക്കാളും തിരക്കും. നമ്മൾ പറയുന്നതൊന്നും അവർക്ക് മനസ്സിലാവണമെന്നില്ല, നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ അവർ വ്യക്തമായിട്ട് അത് മനസ്സിലാക്കണമെന്നില്ല, പറയുന്നത് നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ടാവണമെന്നില്ല. ഒരു അപ്പോയിന്റ്മെന്റിലൂടെ നമ്മൾ ഈ ബിസിനസിനെ അപ്രോച്ച് ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ നമ്മളെ ലിസ്റ്റിൽ അപ്രോച്ച് ചെയ്യുന്ന സമയത്താണ് നമുക്ക് മൂന്നാമത്തെ കാര്യം നമുക്ക് പറ്റുന്നത്. മൂന്നാമത്തെ കാര്യം ഇതാണ്, ഷെയർ ദ ഓപ്പർച്യൂണിറ്റി. ഈ അവസരം നമുക്ക് പങ്കിടാൻ പറ്റും. ഈ അവസരം പങ്കിടണമെങ്കിൽ അവരുടേതായ ഒരു സമയം നമുക്ക് വേണം. ആ സമയം ഉണ്ടെങ്കിൽ, ആ സമയം കിട്ടിയാൽ മാത്രമാണ് നമുക്ക് അവരോട് അവസരം നമുക്ക് പങ്കിടാൻ പറ്റും. ഷെയർ ദ ഓപ്പർച്യൂണിറ്റി. ഈ അപ്പോയിന്റ്മെന്റ് കിട്ടിയതിനു ശേഷം പിന്നെ നമ്മൾ ചെയ്യേണ്ടത് ഓപ്പർച്യൂണിറ്റി, നമ്മുടെ അവസരം എന്താണെന്ന് അവരെ അറിയിക്കുക എന്നുള്ളതാണ്. ഇതാണ് മൂന്നാമത്തെ പ്രോസസ്സ്. ഈ മൂന്നാമത്തെ പ്രോസസ്സ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം അവസരത്തെ എങ്ങനെ പറയണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയ കാര്യമാണ്. മൂന്ന് കാര്യങ്ങളാണ്. ഒന്ന്, വൈ, എന്തുകൊണ്ട് അവർ ബിസിനസ് ചെയ്യണമെന്നും, രണ്ടാമത്തെ വാട്ട്, എന്താണ് ഈ ബിസിനസ് എന്നും, ഹൗ, ഇതെങ്ങനെയാണ് ചെയ്യണമെന്ന് അവർ അറിഞ്ഞാൽ മാത്രമാണ് അവർ ഈ ബിസിനസ്സിൽ ശരിയായ രീതിയിൽ അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടാവുമെന്ന് തോന്നിക്കഴിഞ്ഞാൽ മാത്രമാണ് അവർ നിങ്ങളെ കൂടെ അസോസിയേറ്റ് ചെയ്യുന്നുണ്ടാവുക. ഈ മൂന്ന് കാര്യങ്ങളും വളരെ എഫക്റ്റീവായി നമ്മൾ സംസാരിക്കുക എന്നുള്ളതാണ് മൂന്നാമത്തെ കാര്യം, ഷെയർ ദ ഓപ്പർച്യൂണിറ്റി. ഇനി നാലാമത്തെ കാര്യത്തിലേക്ക് പോകുന്ന സമയത്ത്, ഒരുപക്ഷെ നിങ്ങൾ ഈ ബിസിനസ് പറഞ്ഞു എന്ന കാരണത്താൽ ആ സമയത്ത് തന്നെ ആളും നിങ്ങളെ കൂടെ സൈനപ്പ് ചെയ്യണം യാതൊരു നിർബന്ധമില്ല. ഒരിക്കലും ഒരുപക്ഷെ ഉണ്ടാവാം, ചില ആളുകൾ ഉണ്ടാവാം. പക്ഷെ കുറച്ച് കൂടുതൽ മേജർ ആളുകൾ ഞാൻ കണ്ടത്, അവരെ ഒന്ന് ഫോളോ അപ്പ് നമ്മൾ ചെയ്യേണ്ടി വരും. പലപ്പോഴും പല സങ്കടം നമ്മൾ സംഭവിക്കുന്നത്, നമ്മൾ പ്രതീക്ഷയോടുകൂടി ഒരാൾ അപ്പോയിന്റ്മെന്റ് എടുക്കുന്നു, അവരോട് പ്ലാൻ പറയുന്നു, പക്ഷെ ആ സമയത്ത് തന്നെ നമ്മൾ സൈനപ്പ് കിട്ടുന്നില്ല. കിട്ടണം യാതൊരു നിർബന്ധവുമില്ല, ഒരു നിർബന്ധവുമില്ല. അവിടെ ഒരു ഫോളോ അപ്പിന് നമ്മൾ ഒരു സാധ്യത നമ്മളുണ്ട്. ഒരു ഫോളോ അപ്പ്, നിരന്തരം അവരെ അപ്രോച്ച് ചെയ്യാനും നിരന്തരം അവരെ ഫോളോ അപ്പ് ചെയ്യാനും. ഈ കമ്പനിയുടെ കുറെ കാര്യങ്ങൾ ഒരുപാട് നമുക്കറിയാം യൂട്യൂബിൽ ഒരുപാട് നമുക്ക് വീഡിയോസ് ഉണ്ട്. അതേപോലെ തന്നെ ഒരുപാട് മറ്റുള്ള പല കാര്യങ്ങളും നമുക്ക് അവർക്ക് സെൻഡ് ചെയ്ത് കൊടുക്കാം. അവരത് കാണുന്ന സമയത്ത് അവരുടെ ചിന്തകളിലാണ് ഒരു മാറ്റം വരുന്നത്. ആ ചിന്തകളിൽ ഒരു മാറ്റം ഉണ്ടെങ്കിൽ മാത്രമാണ് ആളുകൾ ബിസിനസ്സിൽ വരുന്നത്. അപ്പൊ ഫോളോ അപ്പ് ത്രൂ സെയിൽസ് ക്ലോസിംഗ്, ഫോളോ അപ്പിലൂടെ മാത്രമാണ് ഒരു സെയിൽസ് ക്ലോസിംഗ് ഉണ്ടാവുന്നത്. ഈ ഫോളോ അപ്പിലൂടെ സെയിൽസ് ക്ലോസിംഗ് ചെയ്ത് കഴിഞ്ഞാൽ പലർക്കും സംഭവിക്കുന്ന ഒരു കാര്യം, വന്നു കഴിഞ്ഞാൽ കഴിഞ്ഞു എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡിലാണ് പലരും നിൽക്കുന്നത്. സാധാരണ നമ്മൾ പറയുന്നത് പോലെ ഒരു ചെടി നടുന്നത്, ആ ചെടി തിരിച്ചു പോരാ, ഇതൊരു സംഭവമാണ്. എന്നാൽ ആ ചെടിയെ ശരിയായ രീതിയിൽ പരിപാലിക്കുന്ന സമയത്ത്, ഒരു നല്ല കർഷകനാണെങ്കിൽ ശരിയായ രീതിയിൽ പരിപാലിക്കും. ശരിയായ രീതിയിൽ പരിപാലിക്കുന്ന സമയത്ത് ആ ചെടി വലിയൊരു മരമായി വളരുന്നതാണ്. അപ്പം അവരെ നമുക്ക് അസോസിയേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ സൈനപ്പ് ചെയ്യുക എന്നുള്ളതല്ല. നാലാമത്തെ കാര്യം എന്താണ് ചോദിച്ചു കഴിഞ്ഞാൽ, അവരെന്ത് ചെയ്യണം? 100% നല്ല റൈറ്റ് ടേക്ക് ഓഫ് ഫോർ ദ ന്യൂ അസോസിയേഷൻ. അവരെ കൊണ്ടുവന്ന് അവരെ കൂടെ നിന്നുകൊണ്ട് അവർക്ക് നല്ലൊരു ടേക്ക് ഓഫ് കൊടുക്കാൻ നമ്മൾ തയ്യാറാണ്. അവരെ കൂടെ നിർത്തിക്കൊണ്ട് അവരെ നമ്മൾ സപ്പോർട്ട്, ഒരു ഇനീഷ്യലി കൊടുക്കുന്ന സപ്പോർട്ടാണ് അവരെ ഈ ബിസിനസ്സിൽ പിടിച്ചു നിർത്തുന്നത്. ഒരു സപ്പോർട്ടിന്റെ കുറവ് കൊണ്ടാണ് പലപ്പോഴും നിർത്തിപ്പോകുന്നത്. അതിനുവേണ്ടി നമ്മൾ അവരെ കൂടെ നിൽക്കാൻ നമ്മൾ തയ്യാറാണ്. ഇത്തരത്തിലുള്ള 5 സ്റ്റെപ്പുകളാണ് ഈ ഒരു ബിസിനസ്സിൽ ആദ്യമായിട്ട് നമ്മൾ പാലിക്കേണ്ട കാര്യങ്ങൾ. 5 സ്റ്റെപ്പുകളാണ്, ഒരിക്കലും മാറ്റമില്ലാത്ത ഒരു 5 സ്റ്റെപ്പുകളാണ്. ഇനി മറ്റൊരു കാര്യം എന്താണ് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ സക്സസിന് വേണ്ട മറ്റൊരു സിസ്റ്റം എന്താണ് ചോദിച്ചാൽ, കോർ ആക്ഷൻ ആണ്. കോർ ആക്ഷൻ എന്താണ്? ആക്ഷൻ പ്രവർത്തനം, നമ്മൾ ചെയ്യുന്ന പ്രവർത്തനമാണ്. ആ കോർ ആക്ഷൻ 9 കോർ ആക്ഷനെ പറ്റിയിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത്. 9 കോർ ആക്ഷൻ, എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത് എന്നതിനെ പറ്റിയിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത്. 9 കോർ ആക്ഷൻ. ആ 9 കോർ ആക്ഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്നാമത്തെ കാര്യം, ഷെയർ അറ്റ്ലീസ്റ്റ് 1 ബിസിനസ് പ്രസന്റേഷൻ ഡെയിലി. ഈ ബിസിനസ്സിൽ വന്ന ആളുകളെല്ലാം പാലിക്കേണ്ട അറ്റ്ലീസ്റ്റ് ഏറ്റവും മിനിമം ഒരു പ്രസന്റേഷൻ എങ്കിലും ഒരു ദിവസം നമ്മൾ കൊടുക്കാൻ തയ്യാറാവും. സക്സസ് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒരു പ്രസന്റേഷൻ എങ്കിലും നമ്മൾ കൊടുക്കാൻ തയ്യാറാവും. നമുക്കറിയാം, പല ആളുകളും ഒരു ബിസിനസ് എന്ന രീതിയിൽ കടന്നു വരുന്ന സമയത്ത് കുറച്ചു കാലം ഒന്നും ചെയ്യുന്നുണ്ടാവില്ല. എന്നിട്ട് നമ്മുടെ നാട്ടിൽ ഒരു 90% ആളുകളും പറയുന്നത്, മോദിക്കൽ കുറെ കാലം മുമ്പ് ഞാൻ ജോയിൻ ചെയ്തു, എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല, എനിക്കൊന്നും ആവാൻ പറ്റില്ല. പക്ഷെ ഈ 90% ആളുകളും എന്ത് ചെയ്തു എന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയ കാര്യമാണ്. അവർ ചെയ്യുന്നതിന് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്.
അല്ലേ? നമുക്കറിയാം, ഒരു സാധാരണ സെയിൽസ് എക്സിക്യൂട്ടീവ് എടുക്കാൻ, ഒരു സെയിൽസ് എക്സിക്യൂട്ടീവ്, ഒരു മെഡിക്കൽ റെപ്രസെന്റേറ്റീവ് നമ്മൾ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ദിവസം ഒരു 4, 5, 6 ഡോക്ടേഴ്സിനെ കാണുന്നുണ്ടാവാം, ഹോസ്പിറ്റൽ വിസിറ്റ് ചെയ്യുന്നുണ്ടാവാം, കുറെ മെഡിക്കൽ സ്റ്റോർ പോകുന്നുണ്ടാവാം. ഇവിടെ നിന്നെല്ലാം കളക്ട് ചെയ്ത അവരുടെ ഓർഡറാണ് ഒരുപക്ഷെ സെൻഡ് ചെയ്യുന്നത്, ഈവനിങ്ങിൽ കമ്പനിക്ക് അയച്ചു കൊടുക്കുന്നത്. എന്നിട്ടാണ് ഒരു മാസം 25,000, 30,000 രൂപ സാലറി അവർക്ക് കിട്ടുന്നതെങ്കിൽ ഇവിടെ 30,000 അല്ല, അതിന്റെ 10 ഇരട്ടിയോ 100 ഇരട്ടിയോ 1000 ഇരട്ടിയോ വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയിൽ എവറി ഡേ നമ്മുടെ പ്രോസസ് എന്ത് എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയ കാര്യമാണ്. എവറി ഡേ നടക്കുന്ന നമ്മുടെ ആ ഒരു പ്രോസസ് ഇവിടെ ഷെയർ ദ അറ്റ്ലീസ്റ്റ് 1 ബിസിനസ് പ്രസന്റേഷൻ ഡെയിലി നമ്മൾ ചെയ്യണം എന്നുള്ളതാണ് മറ്റൊരു സിസ്റ്റത്തിന്റെ ഭാഗമായി എനിക്ക് സംസാരിക്കാനുള്ളത്. ഇനി അടുത്തൊരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആഡ് 1 നെയിം ഇൻ യുവർ ലിസ്റ്റ് എവറി ഡേ. നിങ്ങൾ 500 പേരുടെ ലിസ്റ്റ് ഉണ്ടെങ്കിലും ആ 500 പേരുടെ ലിസ്റ്റിൽ നിന്ന് എവറി ഡേ, ആ ലിസ്റ്റിലേക്ക് എവറി ഡേ ഒരാളുടെ പേരെങ്കിലും നിങ്ങൾക്ക്, ഒരാളുടെ പേരും നമ്പറെങ്കിലും നിങ്ങൾക്ക് ഒരു ദിവസം ആഡ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് മറ്റൊരു സിസ്റ്റത്തിന്റെ ഭാഗമായിട്ട്. ഒരു സക്സസ് ആഗ്രഹിക്കുന്ന ആളുകൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഇതാണ്. എവറി ഡേ ഒരു ലിസ്റ്റ് എങ്കിലും നമ്മൾ ആഡ് ചെയ്യാൻ, ഒരാളുടെ പേരെങ്കിലും ഒരു ഫോൺ നമ്പറെങ്കിലും നമ്മൾ കളക്ട് ചെയ്യാൻ നമ്മൾ തയ്യാറാവുന്നതാണ്. ഇനി മറ്റൊരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ 100% നമുക്കൊരു 100% പ്രൊഡക്റ്റ് ആണ് നമ്മളെ ബാക്ക് ബോർഡ് എന്ന് പറഞ്ഞാൽ. ഒരു പ്രൊഡക്റ്റ് ബേസ്ഡ് കമ്പനി ആണെന്ന സമയത്ത് 100% നമ്മൾ പാലിക്കേണ്ടത് 100% നമ്മൾ പ്രൊഡക്റ്റ് യൂസറായി മാറുന്നതാണ്. പലപ്പോഴും ഞാൻ കാണുന്നുണ്ട്, വീട്ടിൽ ഉപയോഗിക്കുന്ന ഒരു പക്ഷേ മറ്റുള്ള XRY ബ്രാൻഡ് ആയിരിക്കാം, പക്ഷെ പറയുന്നത് ഫ്രഷ് മൂവ്മെന്റിനെ പറ്റിയായിരിക്കാം. ഒരു പക്ഷെ ഉള്ളിൽ നിന്നൊരു കോൺഫിഡൻസ് വരണമെന്നില്ല. ഒരു കപ്പ് പ്രോട്ടീൻ പൗഡർ കഴിച്ചാലുള്ള ആ ഒരു ഉന്മേഷം, ആ ഒരു എനർജി നമ്മൾ ഷെയർ ചെയ്യുന്ന സമയത്താണ് സ്വാഭാവികമായിട്ടും അവരിലൊരു നമ്മുടെ എനർജി ട്രാൻസ്ഫോം ചെയ്തിട്ട് അവരിൽ ഒരു എനർജി വരുന്നത്. നമ്മുടെ എനർജിയാണ്, നമ്മളിലുള്ള കോൺഫിഡൻസ്, നമ്മുടെ എനർജിയാണ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഓക്കെ, 100% പ്രൊഡക്റ്റ് യൂസറായി മാറുക എന്നുള്ളതാണ് മറ്റൊരു കാര്യം. 100% പ്രൊഡക്റ്റ് യൂസറായി മാറാവുന്നതാണ്. ഓക്കെ, ഇനി മറ്റൊരു കാര്യം എന്താണ് ചോദിച്ചു കഴിഞ്ഞാൽ, 4ാമത്തെ കാര്യം കോർ ആക്ഷനിൽ നമ്മൾ വരുന്നത് അറ്റൻഡ് വീക്ക്ലി, അല്ലെങ്കിൽ നമ്മളെ ഡെയിലി ഇപ്പൊ നടക്കുന്ന ഓരോ പ്രോഗ്രാം ഉണ്ട് അല്ലെ. ഡെയിലി ഇപ്പൊ ഞാൻ നിൽക്കുന്ന ഓർഗനൈസേഷനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എവറി ഡേ 7:30 പ്രോഗ്രാം ഉണ്ട്. അതേപോലെ ഓരോ ടീമിലെ ലീഡേഴ്സ് നടത്തുന്ന പ്രോഗ്രാം ഉണ്ട്. എവറി ഡേ നടക്കുന്ന പ്രോഗ്രാമിൽ വിത്ത് ഗസ്റ്റിനൊപ്പം തന്നെ നമ്മൾ ഉണ്ടാവുക എന്നുള്ളതാണ്. നമ്മൾ എന്താ ചെയ്യുന്നത്? സാധാരണ നമ്മൾ ആ ലിങ്ക് അയച്ചു കൊടുക്കും, ഒന്ന് വിളിച്ചു പറയും, എന്നിട്ട് നമ്മൾ പറയും നീ കയറ്. ഇവരെ നോക്കിയാൽ അവരെ തെരഞ്ഞു കാണുന്നുണ്ടാവില്ല. അവരെ കോൺഫിഡൻസ് ഉണ്ടാവുന്ന ഇവിടെ ആ പ്രോഗ്രാമിനേക്കാൾ ഉപരി എന്നെ ഇൻവൈറ്റ് ചെയ്ത ആൾ ആ പ്രോഗ്രാമിലുണ്ടോ, ഇതാണ് അവർക്ക് കോൺഫിഡൻസ് ഉണ്ടാവുന്നത്. നിങ്ങളൊരു സീരിയസ് ബിസിനസിനെ അപ്രോച്ച് ചെയ്യുന്ന ഒരാളാണ് അവരിൽ ഒരു ഫീൽ ഉണ്ടാവണമെങ്കിൽ നിങ്ങൾ ആ പ്രോഗ്രാമിൽ ഉണ്ടാവുന്നതാണ്. അറ്റൻഡ് എ വീക്ക്ലി ഹാൾ മീറ്റിംഗ് വിത്ത് ഗസ്റ്റ്. നിങ്ങളെ ഗസ്റ്റിനൊപ്പം തന്നെ എവറി ഡേ നടക്കുന്ന പ്രോഗ്രാമിൽ അറ്റൻഡ് ചെയ്യാന്നുള്ളതാണ് മറ്റൊരു സിസ്റ്റത്തിന്റെ ഭാഗമായി സംസാരിക്കാം. ഈ അഞ്ചാമത്തെ ഒരു കോർ ആക്ഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറ്റൻഡ് ഓൾ പ്രോഗ്രാംസ് വിത്ത് ദി ടീം. 6ാമത്തെ കാര്യം എന്താണ് ചോദിച്ചു കഴിഞ്ഞാൽ ഇതാണ്, റീഡ് റെക്കമെൻഡഡ് ബുക്ക് ഫോർ 30 minutes. നല്ല മോട്ടിവേഷൻ കിട്ടുന്ന ബുക്സ് എവറി ഡേ ഒരു 30 minutes, 30 മിനിറ്റ് എങ്കിലും നമ്മൾ വായിക്കാൻ തയ്യാറാവാം. നമ്മുടെ പേഴ്സണൽ പ്രോഗ്രസിന് വേണ്ടി, നമ്മുടെ വളർച്ചയ്ക്ക് വേണ്ടി, നമ്മുടെ അറിവ് വർദ്ധിക്കാൻ വേണ്ടിയിട്ട് ഒരു 30 മിനിറ്റ് എങ്കിലും നമ്മൾ എവറി ഡേ ഒരു നല്ല ബുക്സ് മോട്ടിവേഷൻ കിട്ടുന്ന ബുക്സ് എല്ലാം നമ്മൾ വായിക്കാൻ തയ്യാറാവാം. മലയാള മനോരമയും മംഗളവും ബാലഭൂമിയും എന്നല്ല ഞാൻ പറഞ്ഞു. അതിനേക്കാൾ ഉപരി നമ്മളെ സെൽഫ് മോട്ടിവേറ്റഡ് ആവുന്ന, നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ ഒരുപാട് മാറ്റങ്ങൾ നമ്മളിൽ ഉണ്ടാവുന്ന ഒരുപാട് ബുക്സ് ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ആ അവൈലബിൾ ആയ ബുക്സ് ഒക്കെ വാങ്ങി ഒരു 30 മിനിറ്റ് എവറി ഡേ നമ്മൾ വായിക്കാൻ നമ്മൾ തയ്യാറാവാം. അപ്പോഴാണ് നമ്മളൊരു സെൽഫ് പ്രോഗ്രസ് നമുക്ക് ഉണ്ടാവുന്നത്. ഇനി 7ാമത്തെ കാര്യം വളരെ ഇമ്പോർട്ടന്റ് ആണ്. 7ാമത്തെ കാര്യം ഇതാണ്, ഡു അറ്റ്ലീസ്റ്റ് 1 ന്യൂ പേഴ്സണൽ സ്പോൺസറിങ് എവറി വീക്ക്. ഈ ബിസിനസ്സിൽ പേഴ്സണൽ സ്പോൺസറിങ്ങിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. എവറി ഡേ എവറി വീക്കിൽ ഒരാളെങ്കിലും നമ്മൾ ജോയിൻ ചെയ്യിക്കാൻ നമ്മൾ തയ്യാറാവും. നമ്മുടെ പേഴ്സണൽ സ്പോൺസറിങ്, ഡു അറ്റ്ലീസ്റ്റ് 1 ന്യൂ പേഴ്സണൽ സ്പോൺസറിങ് എവറി വീക്ക്. എവറി വീക്കിൽ ഒരാളെങ്കിലും നമ്മൾ ജോയിൻ ചെയ്യാൻ തയ്യാറാവുന്ന, ഇതാണ് സക്സസ് ആയിക്കൊണ്ടിരിക്കുക അല്ലെ, സക്സസിലേക്ക് പോകണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ 100% പാലിക്കേണ്ട ഒരു പ്രോസസ്, ഒരു സിസ്റ്റം ഇതാണ്. അപ്പോൾ എവറി വീക്കിൽ ഒരാളെങ്കിലും നമ്മളെ പേഴ്സണലായിട്ട് നമ്മൾ സ്പോൺസർ ചെയ്യാൻ നമ്മൾ തയ്യാറാവുക. ഇനി 7ാമത്തെ കാര്യം എന്താണ് ചോദിച്ചു കഴിഞ്ഞാൽ, കോർ ആക്ഷനിൽ 7ാമത്തെ കാര്യം മന്ത്ലി കൗൺസിൽ വിത്ത് അപ്ലൈൻ. നിങ്ങൾക്ക് ഒരുപക്ഷെ ഒരു മാസം നിങ്ങൾ ഒരുപാട് വർക്ക് ചെയ്തിട്ടുണ്ടാവും. ആ ഒരു മാസം നിങ്ങൾക്ക് ഒരുപക്ഷെ വളരെ ഡിമോട്ടിവേറ്റ് ആയിട്ടുണ്ടാവാം, മോട്ടിവേറ്റ് ആയിട്ടുണ്ടാവാം. എന്ത് തന്നെയാണെങ്കിലും നിങ്ങളുടെ
ഈ നിങ്ങളിൽ ആ അനുഭവങ്ങൾ, മാർക്കറ്റിലെ കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങളെ സ്പോൺസർ ചെയ്ത ഒരു പക്ഷേ ആക്റ്റീവ് ലീഡറായിട്ട് ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള ലീഡേഴ്സ് നിങ്ങൾക്ക് ഉണ്ടാവാം. ആ ലീഡറുമായിട്ട് ഇരുന്ന് സംസാരിക്കാൻ നിങ്ങൾ തയ്യാറാവാം. ലീഡറുമായിട്ടൊന്ന് ഒരു കൗൺസിലിംഗ് നിങ്ങൾ നടത്താം. നിങ്ങളെ പരാജയങ്ങൾ, നിങ്ങൾ പറയുന്ന കാര്യങ്ങളിൽ, നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലും തെറ്റുണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾ ഫീൽഡിൽ നിന്ന് കിട്ടുന്ന എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യാനും അതിന് ഒരു അപ്ലൈനായിട്ട് ഒരു കൗൺസിലിംഗിൽ നിങ്ങൾ തയ്യാറാവുന്നതാണ് മറ്റൊരു കാര്യം. ഇനി മറ്റൊരു കാര്യം, ആക്ഷനിൽ മറ്റൊരു കാര്യം, ആഡ് മിനിമം 2 ന്യൂ പ്രോഡക്ട്സ് കസ്റ്റമേഴ്സ് എവറി മന്ത്. നമുക്കറിയാം ഈ ഒരു ബിസിനസിനെ സംബന്ധിച്ച് നമ്മൾ ബിസിനസ്സുകാരാണ്, സെയിൽസ് ആണ് നമ്മൾ ചെയ്യുന്നത് അല്ലേ. സ്വാഭാവികമായും കോടിക്കണക്കിന് രൂപ ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറുള്ള ഒരുപാട് ആളുകൾ നമ്മുടെ മാർക്കറ്റിലുണ്ട്. അവരെല്ലാം തന്നെ വലിയൊരു ഷോപ്പ് എടുത്ത് അതിൽ കുറെ പ്രോഡക്ട്സ് വെച്ച് അത് അവർ മാർക്കറ്റ് ചെയ്യുന്നുണ്ടാവും. നമ്മുടെ ട്രഡീഷണൽ ബിസിനസ് നമ്മുടെ കയ്യിൽ കോടികൾ ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറില്ലാത്തത് കൊണ്ട് നമ്മുടെ കയ്യിൽ പ്രോഡക്ട്സ്, ഇന്ന് കമ്പനി തരുന്ന 600ഓളം ഉൽപ്പന്നങ്ങളുടെ ഒരു ഡിസ്ട്രിബ്യൂട്ടറാണ്, ഒരു വിതരണക്കാരനാണ് നമ്മൾ. അപ്പൊ വിതരണക്കാരനായി മാറുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ ഉൽപ്പന്നം ഉണ്ടെന്ന് ആളുകൾ എങ്ങനെയാണ് അറിയുന്നത്? ആളുകൾ അറിയുന്നത് നമ്മൾ പറയുന്ന സമയത്ത് മാത്രമാണ്. പറയാൻ തയ്യാറാവുന്ന ആളുകൾക്ക് മാത്രമാണ് വരുമാനമുള്ളത്. ഇത് വാങ്ങുന്ന ആളുകൾക്കല്ല വരുമാനമുള്ളത്. വാങ്ങി ഉപയോഗിച്ച ആളുകളല്ല ഇന്ന് ജീവിതത്തിൽ രക്ഷപ്പെട്ടത്, വിറ്റ ആളുകളാണ് രക്ഷപ്പെട്ടത്. അപ്പൊ വിറ്റ ആളുകൾ രക്ഷപ്പെടണമെങ്കിൽ നമ്മൾ പറയാൻ തയ്യാറാവും. അറ്റ്ലീസ്റ്റ് എവരി മന്തിൽ ഒരു 2 പേരെങ്കിലും നിങ്ങളുടെ ന്യൂ കസ്റ്റമേഴ്സായി മാറും. ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അല്ല, കസ്റ്റമേഴ്സായി ഉണ്ടാവുക. സ്വാഭാവികം നമുക്കറിയാം ഒരു 100 PV ചെയ്യാന്നുള്ള വളരെ ബുദ്ധിമുട്ടായ ഒരു കാര്യമാണ് അല്ലേ. നമ്മൾ ചിന്തിക്കും വളരെ ബുദ്ധിമുട്ടാണ്. പക്ഷെ നിങ്ങൾക്ക് ഒരു സഫീഷ്യന്റ് കസ്റ്റമേഴ്സ് ഉണ്ടെങ്കിൽ, നിങ്ങൾ വെൽനെസിനെ പറ്റി നല്ല നോളജ് ഉണ്ടെങ്കിൽ, നിങ്ങൾ വീട്ടിലും നല്ല വെൽനെസ് പ്രോഡക്റ്റ് നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് ചിന്തിച്ചു നോക്കുക. വെൽനെസ് പ്രോഡക്റ്റ് നിങ്ങൾ ഉപയോഗിക്കുന്ന നിങ്ങളും നിങ്ങളുടെ ഹസ്ബൻഡ് ആൻഡ് വൈഫ് വിത്ത് ചിൽഡ്രൻ അല്ലെ, കുട്ടികളും നിങ്ങൾ ഉപയോഗിക്കുന്ന വെൽനെസ് പ്രോഡക്റ്റ് ആണെങ്കിൽ 100 PV എന്ന് പറഞ്ഞാൽ ഒന്നുമല്ല. എനിക്ക് പറയുന്നത് കുറച്ച് കസ്റ്റമേഴ്സ് നിങ്ങൾക്കുണ്ടെങ്കിൽ ഞാൻ പറയുന്ന ഒരു 200 PVയോ 300 PVയോ ചെയ്യാൻ വളരെ നിസ്സാരമായ കാര്യം മാത്രമേ ഉള്ളൂ. വളരെ നിസ്സാരമാണ് ഒരു 200ഓ 300ഓ PV ചെയ്യാന്നുള്ളത്. ആഡ് മിനിമം 2 ന്യൂ പ്രൊഡക്റ്റ് കസ്റ്റമേഴ്സ് എവരി മന്ത് നിങ്ങൾക്ക് ഉണ്ടാവുന്നതാണ് മറ്റൊരു ആക്ഷൻ. ഓക്കെ, മറ്റൊരു ഇനി ബിസിനസ് വാല്യൂസ്, 7 ബിസിനസ് വാല്യൂസിനെ പറ്റിയിട്ടാണ് സംസാരിക്കുന്നത്. ഇതൊരു സിസ്റ്റത്തിന്റെ ഭാഗമാണ്. നമ്മൾ പാലിക്കേണ്ട 100% നമ്മൾ പാലിക്കേണ്ട 7 ബിസിനസ് വാല്യൂസ് എന്താണ് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്നാമത്തെ കാര്യം, നെവർ മെസ് വിത്ത് പീപ്പിൾസ് മണി ഈഗോ ആൻഡ് ഫാമിലി. ഒരിക്കലും ഈ ഒരു ബിസിനസ്സുമായി ബന്ധപ്പെട്ട ആളുകളുമായി പണമിടപാടുകളോ അവരുടെ ഫാമിലിയുമായിട്ടുള്ള ഇടപാടുകളോ അല്ലെങ്കിൽ അവരുടെ ഈഗോയിലോ നമ്മൾ കൈകടത്താൻ പാടില്ല. പലപ്പോഴും ബിസിനസ് പലരും നിർത്തിപ്പോകുന്നത് പണം ഇടപാടുകൾ കൊണ്ടും, പലപ്പോഴും പല ആളുകൾ ബിസിനസ് നിർത്തിക്കൊണ്ട് പോകുന്നതും അവരുടെ ഫാമിലിയുമായിട്ട് ഇടപാടുകൾ കൊണ്ടും, പലപ്പോഴും ബിസിനസ് നിർത്തിപ്പോകുന്നതും അവരുടെ ഈഗോയിൽ തൊട്ട് കളിക്കുന്നതും. അപ്പൊ അത്തരത്തിലുള്ള ഈഗോ അല്ലെങ്കിൽ അവരുടെ ഫാമിലി, അതേപോലെ തന്നെ നമ്മുടെ പണം, ഇതേപോലുള്ള ഇടപാടുകൾ ഇല്ലാതിരിക്കുക എന്നുള്ളതാണ് വാല്യൂസിൽ നമ്മൾ കീപ്പ് ചെയ്യേണ്ട കാര്യങ്ങൾ. ഇനി മറ്റൊരു കാര്യം, രണ്ടാമത്തെ ഒരു കാര്യം എന്താണ് ചോദിച്ചാൽ, നോ അക്കൗണ്ട്സ് ബിറ്റ്വീൻ അപ്ലൈൻ ആൻഡ് ഡൗൺലൈൻ. ക്യാഷ് ഇടപാടുകൾ അപ്ലൈനും ഡൗൺലൈനുമായിട്ട് ഉണ്ടാവാതിരിക്കുക എന്നുള്ളതാണ് നല്ല ബന്ധം അപ്ലൈനും ഡൗൺലൈനും തമ്മിൽ മുന്നോട്ട് പോകാനുള്ള ഏറ്റവും നല്ല സപ്പോർട്ട്, ഏറ്റവും നല്ല കാര്യം. നോ അക്കൗണ്ട്സ് ബിറ്റ്വീൻ അപ്ലൈൻ ആൻഡ് ഡൗൺലൈൻസ്. ഡൗൺലൈൻസ് ആയിട്ടും അപ്ലൈൻ ആയിട്ടും അത്തരത്തിലുള്ള ഒരു അക്കൗണ്ട് ഒരിക്കലും കീപ്പ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് ഇതിന്റെ വാല്യൂസിൽ മറ്റൊരു കാര്യം. ഇനി മറ്റൊരു വാല്യൂസ് എന്താണ് ചോദിച്ചു കഴിഞ്ഞാൽ ഇതാണ്, കൺസൾട്ട് യുവർ അപ്ലൈൻ ബിഫോർ ഡൂയിങ് എനിത്തിങ് ഫോർ ദ ഫസ്റ്റ് ടൈം. നിങ്ങൾ എന്തെങ്കിലും ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ ചെയ്യുന്ന കാര്യത്തെ കുറിച്ചിട്ട് നിങ്ങളെ ആക്റ്റീവായിട്ട് ഈ ബിസിനസ് ചെയ്യുന്ന ആളുകളുമായിട്ടൊന്ന് സംസാരിക്കും, നിങ്ങൾ അപ്ലൈൻ ലീഡറുമായിട്ടൊന്ന് സംസാരിക്കാൻ തയ്യാറാവുക. ഒരു പക്ഷേ നിങ്ങളെക്കാളും ഏജ് കുറഞ്ഞ ആളായിരിക്കാം, നിങ്ങളെക്കാളും ക്വാളിഫിക്കേഷൻ കുറഞ്ഞവരായിരിക്കാം, പക്ഷേ ഈ ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം ഈ ബിസിനസ്സിൽ നിങ്ങളെക്കാൾ അനുഭവങ്ങൾ അവർക്കുണ്ടാവും. ആ അനുഭവമുള്ള ആളുകളുമായിട്ടൊന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യുന്നത് ശരിയാണോ തെറ്റാണോ എന്ന് അവർക്ക് പറയാൻ പറ്റും. കൺസൾട്ട് യുവർ അപ്ലൈൻ ബിഫോർ ഡൂയിങ് എനിത്തിങ് ഫോർ ദ ഫസ്റ്റ് ടൈം എന്നുള്ളതാണ്. ഓക്കെ, ഇതാണ് നമ്മൾ പാലിക്കേണ്ട വാല്യൂസ് എന്ന് പറഞ്ഞാൽ. അടുത്ത വാല്യൂസ് എന്താണ് ചോദിച്ചു കഴിഞ്ഞാൽ, നെവർ ടോക്ക് നെഗറ്റീവ് അബൌട്ട് യുവർ അപ്ലൈൻ കമ്പനി ഓർ ടീം ഇൻ ഫ്രണ്ട് ഓഫ് യുവർ ഡൗൺലൈൻ. അതായത് നിങ്ങൾക്ക് ഒരുപക്ഷെ നിങ്ങൾ അപ്ലൈൻ എല്ലാ ക്വാളിറ്റി ഉള്ള ഒരാളാവണമെന്നില്ല, നിങ്ങളുടെ കമ്പനി ഒരുപക്ഷെ എല്ലാ ക്വാളിറ്റി ഉണ്ടാവണമെന്നില്ല, ഒരുപക്ഷെ ചില നെഗറ്റീവ് ഉണ്ടാവാം, ചില പ്രയാസങ്ങൾ ഉണ്ടാവാം. ഈ പ്രയാസങ്ങളെല്ലാം തന്നെ നിങ്ങൾ സംസാരിക്കുന്നത് നിങ്ങളുടെ അപ്ലൈൻ ലീഡർ എടുത്ത് മാത്രമാണ്, അല്ലെങ്കിൽ കമ്പനി എടുത്ത് മാത്രമാണ്. ഒരിക്കലും നിങ്ങളെ ഡൗൺലൈൻസ് എടുത്ത് ഇങ്ങനെയുള്ള നെഗറ്റീവ് കമന്റ്, നെഗറ്റീവ് കാര്യങ്ങളെ സംസാരിക്കാതിരിക്കുക എന്നുള്ളതാണ്. ഈ നെഗറ്റീവ് ഡൗൺലൈൻ എടുത്ത് സംസാരിക്കാൻ പാടില്ല, ക്രോസ് ലെഗ് സംസാരിക്കാൻ പാടില്ല.
ഒരിക്കലും ഒരു ക്രോസ് ലെഗിൽ ഒരാൾ നിങ്ങളുടെ സക്സസ് 100% ആഗ്രഹിക്കുന്ന ആളാവണമെന്നില്ല. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായി നിങ്ങൾ പറയുന്ന ഒരു കാര്യത്തെ അതിനെ 100% കൂട്ടിയിട്ടായിരിക്കാം നിങ്ങൾക്ക് 200% നിങ്ങളിലേക്ക് വരുന്നുണ്ടാവും. അപ്പൊ സംസാരിക്കുന്ന സമയത്ത് ഒരു സപ്പോർട്ട് നമുക്ക് അവിടെ കിട്ടുന്നില്ല. പക്ഷെ നിങ്ങൾ അപ്ലൈ സംസാരിക്കുന്ന സമയത്ത് അതിന്റെ സൊല്യൂഷൻ നിങ്ങൾക്ക് ഉണ്ടാക്കും. അതൊരു സൊല്യൂഷനാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നുണ്ടാവും. കാരണം നിങ്ങൾ വളരാൻ ആഗ്രഹിക്കുന്ന ഒരേ ഒരു വ്യക്തി മാത്രമാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നത്, മറ്റാരുമല്ല. നിങ്ങൾ അത് ആഗ്രഹിക്കുന്ന കാര്യം എന്താണ് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ വളർന്നാലേ അപ്ലൈന് വളരാൻ പറ്റും. നിങ്ങൾ വളർന്നാൽ അപ്ലൈന് വളരാൻ പറ്റും. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും നിങ്ങളെ വിജയം ആഗ്രഹിക്കുന്ന ആളുകളുമായിട്ട് നിങ്ങൾ ഇത്തരത്തിലുള്ള നെഗറ്റീവ് സംസാരിക്കാൻ, നെഗറ്റീവ് ടോക്ക് ഉണ്ടാവുക എന്നുള്ളതാണ് നമ്മൾ പാലിക്കേണ്ട മറ്റൊരു കാര്യം. ഈ 4 കോർ വാല്യൂസിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ഓക്കെ, ഇനി മറ്റൊരു ബിസിനസ് വാല്യൂസ്. മറ്റൊരു കാര്യം വെച്ചാൽ ഇത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, അടുത്തൊരു കാര്യം എന്താണ് ചോദിച്ചാൽ ഏഴാമത്തെ കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. റെഗുലർ കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ അപ്ലൈൻസ് ആൻഡ് ഡൗൺലൈൻസ്. നിരന്തരമായ നിങ്ങൾ അപ്ലൈനായിട്ടും ഡൗൺലൈനായിട്ടും നിരന്തരമായ ഒരു ബന്ധം, ഒരു റാപ്പോ, ഒരു ബന്ധം നിങ്ങൾ കീപ്പ് ചെയ്യാൻ തയ്യാറാവുക. നിങ്ങൾ നല്ലൊരു റിലേഷൻഷിപ്പിലേക്ക് പോവുക. നിങ്ങളെ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ വിളിച്ചു പോയല്ലോ എന്നുള്ളത് ഒരിക്കലും ഡൗൺലൈൻ തോന്നാൻ പാടില്ല. നിങ്ങളെ ഡൗൺലൈൻസിനെ വിളിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു മോട്ടിവേഷൻ, ഒരു സമാധാനം അവർക്ക് ഉണ്ടാവുന്ന രീതിയിൽ വേണം നിങ്ങളെ ഡൗൺലൈൻസിനെ വിളിക്കാൻ വേണ്ടി. നിങ്ങൾ അപ്ലൈനെ വിളിക്കുന്ന സമയത്തും ഇതേപോലെ നിരന്തരം പരാതിക്കാരായിട്ട് നിങ്ങൾ വിളിക്കാതിരിക്കാറില്ല. പക്ഷേ ഒരു റിലേഷൻഷിപ്പ് അപ്ലൈൻ ഡൗൺലൈൻ ആയിട്ട് നമുക്ക് ഉണ്ടാവുന്നതാണ്. അപ്ലൈൻ ഡൗൺലൈൻ ആയിട്ട് നിരന്തരമായ ഒരു റിലേഷൻഷിപ്പ്, കാരണം ഇതൊരു റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യുന്ന ഒരു ബിസിനസ്സാണ്. ബന്ധങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്ന ഒരു ബിസിനസ്സാണ്. ആ ബന്ധങ്ങളെ നമ്മൾ ഊട്ടിയുറപ്പിക്കുക എന്നുള്ളതാണ്. എവറി ഡേ നിങ്ങളുടെ ഫ്രണ്ട് ലൈനിൽ നിൽക്കുന്ന ആളുകളുമായിട്ട് ഒരു കമ്മ്യൂണിക്കേഷൻ നമ്മൾക്ക് ഉണ്ടാവുന്നതാണ്, ഒരു മാനസിക ബന്ധം നമുക്ക് ഉണ്ടാവുന്നതാണ് മറ്റൊരു കാര്യം. നമ്മൾ ഡൗൺലൈൻസും അപ്ലൈനേഴ്സ് ആയിട്ട് കമ്മ്യൂണിക്കേഷൻ, നിരന്തരമായ ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവുക എന്നുള്ളതാണ് ഇതിൽ പറയുന്ന 7ാമത്തെ കോർ വാല്യൂ. ഇത്തരം കാര്യങ്ങളാണ് മൈ ഫ്രണ്ട്സ് നമ്മുടെ സിസ്റ്റത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ സംസാരിക്കുന്നത്. സോ ഈ ഒരു തരത്തിലുള്ള ഈ ഒരു സിസ്റ്റത്തെ 100% പാലിക്കാൻ തയ്യാറാവുന്ന സമയത്താണ് നമുക്ക് വലിയൊരു സക്സസ് നമ്മളിൽ ഉണ്ടാവുന്നതാണ്. ഓക്കെ, ഈ ഒരു 7 കോർ ആക്ഷനെ കുറിച്ചിട്ട് നമ്മൾ ശരിക്കും നന്നായിട്ടൊന്ന് പഠിക്കാൻ തയ്യാറാവുക. അതേപോലെ തന്നെ 9 കോർ വാല്യൂസിനെ കുറിച്ച് നമ്മൾ ശരിക്കും പഠിക്കാൻ നമ്മൾ തയ്യാറാവുക. 9 കോർ ആക്ഷനെ കുറിച്ചിട്ട് നന്നായിട്ടൊന്ന് പഠിക്കാൻ നമ്മൾ തയ്യാറാവുക. അതേപോലെ തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയ കാര്യം 5 സ്റ്റെപ്പ്. ഈ സ്റ്റെപ്സിനെ കുറിച്ചിട്ട് നന്നായിട്ടൊന്ന് ശ്രദ്ധിക്കാനും പഠിക്കാൻ നമ്മൾ തയ്യാറായാൽ ഈ ബിസിനസ്സിലൂടെ ഒരുപക്ഷെ ഇന്ത്യ ഇനി ഒരു ബിഗിനിങ് ടൈമിലാണ് ഈ ബിസിനസ്. നെറ്റ്വർക്ക് മാർക്കറ്റിംഗിന്റെ റൈറ്റ് ടൈമിലാണ് ഈ ബിസിനസ് നമ്മൾ എൻ്റർ ചെയ്തിരിക്കുന്നത്. റൈറ്റ് ബിസിനസ്, റൈറ്റ് പീപ്പിൾ, റൈറ്റ് ബിസിനസ്, റൈറ്റ് കൈൻഡ് ഓഫ് പീപ്പിൾ എന്നാണ് പറയുന്നത്. ശരിയായ സമയത്ത് ശരിയായ ആളുകളുടെ കൂടെ ശരിയായ രീതിയിലുള്ള ഒരു ബിസിനസ്സിലേക്ക് അസോസിയേറ്റ് ചെയ്യുന്ന സമയത്താണ് വിജയം നമുക്ക് ഉണ്ടാവുമെന്ന് പറയുന്നത്. ഇപ്പോൾ നിങ്ങൾ അസോസിയേറ്റ് ചെയ്തിരിക്കുന്നത് ശരിയായ ഒരു കമ്പനിയിലാണ്, ശരിയായ ഒരു ഓർഗനൈസേഷനിലാണ്, ശരിയായ ആളുകളുടെ കൂടെയാണ്. അതാണ് ശരിയായ ഒരു വിജയം നമുക്ക് ഉണ്ടാവുന്നത്. അത്തരത്തിലൊരു വിജയത്തിൽ നമുക്ക് എത്തണമെങ്കിൽ വെറുതെ ജോയിൻ ചെയ്തുകൊണ്ട് കാര്യമില്ല, കുറെ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്തൊന്നും കാര്യമില്ല, അല്ലെങ്കിൽ കുറെ ആളുകൾ ജോയിൻ ചെയ്യിച്ചു എന്ന് കാര്യമില്ല. അതൊരു പ്രോസസ്, സിസ്റ്റം പ്രോസസ്സിലേക്ക് മാറുന്ന സമയത്താണ് വലിയ വിജയം ഉണ്ടാവും. ആ സിസ്റ്റം പ്രോസസ് എന്താണെന്നാണ് ഞാൻ സംസാരിച്ചത്. ഇത് ഒരുപക്ഷെ നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലായി ഞാൻ വിശ്വസിക്കുന്നു. സോ ഡിയർ ഫ്രണ്ട്സ്, ഇത് 100% പാലിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം, 100% പാലിക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിലെ തന്നെ ഒരു പില്ലറായി മാറാൻ ഈ ഒരു ഓപ്പർച്യൂണിറ്റി കാരണമാവുന്നതാണ്. കാരണം നമുക്കറിയാം, വളരുന്ന ഇന്ത്യയിൽ 21st സെഞ്ചുറിയുടെ ബിസിനസ് എന്ന ഡോക്ടർ APJ അബ്ദുൽ കലാം അദ്ദേഹം പറഞ്ഞിരിക്കുന്നതാണ്. വളരുന്ന ഇന്ത്യയിൽ 2025 ഇന്ത്യ സൂപ്പർ പവറായി ലോകത്തിലെ നമ്പർ 1 രാഷ്ട്രമായി മാറുമെന്നും ഒരു പ്രഡിക്ഷൻ നടത്തിയിരിക്കുന്നു. ഞാൻ 100% വിശ്വസിക്കുന്നു ഈ ബിസിനസ്സിന് അതിന് സപ്പോർട്ടാണ്. ഈ ബിസിനസ്സിന്റെ 100% ഈ ബിസിനസ് മാത്രമാണ്, അല്ലെങ്കിൽ ഈ ബിസിനസ് മറ്റുള്ള കാര്യങ്ങൾക്കൊപ്പം തന്നെ മേജറായിട്ട് സപ്പോർട്ട് ചെയ്യുന്നത് ഈ ബിസിനസ് മാത്രമായി. കാരണം ഓരോ വ്യക്തികൾക്കും വരുമാനം ഉണ്ടാകുന്ന സമയത്താണ് ആ വ്യക്തിയുടെ കുടുംബം വളരുന്നത്. കുടുംബം വളരുന്ന സമയത്താണ് സമൂഹം വളരുന്നത്. ആ സമൂഹം വളരുന്ന സമയത്താണ് ഒരുപക്ഷെ ആ ഒരു നാട് വളരുന്നത്. ആ നാട് വളരുന്ന സമയത്താണ് ഒരു രാജ്യം വളരുന്നത്. ഒരു രാജ്യം വളർന്നു എന്ന കാരണത്താൽ ഒരു കുടുംബം വളർന്നോ ഒരു വ്യക്തി വളർന്നോ എന്ന് യാതൊരു നിർബന്ധമില്ല. ഓരോ വ്യക്തികളെയും വളർത്തിക്കൊണ്ട് വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കാരണമാവുന്ന, ഇന്ത്യയിലെ തന്നെ മുഖച്ഛായ തന്നെ മറിക്കാൻ പോകുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയിലാണ് നമ്മൾ വന്നിരിക്കുന്നത്. നമുക്ക് എന്തുകൊണ്ട് അഭിമാനിക്കാം എന്ന് മഹാരഥനായ മിസ്റ്റർ സമീർ മോദി, അദ്ദേഹം നമ്മുടെ ഗോഡ് ഫാദർ, ഒരു ലിവിംഗ് ഗോഡ് എന്ന് നമുക്ക് വിശേഷിപ്പിക്കാവുന്ന സമീർ മോദി, അദ്ദേഹം നമുക്ക് തരുന്ന ഓരോ ഓഫറുകളും ഓരോ പ്രോഡക്ട്സും
ഡേ ബൈ ഡേ ഈ ഒരു കമ്പനിയുടെ വളർച്ച ഞാൻ 7 വർഷമായി അത്ഭുതപ്പെടുത്തിക്കൊണ്ടാണ് ഈ കമ്പനിയുടെ വളർച്ച നമുക്കറിയാം. അതേപോലെ തന്നെ ഇന്ന് കേരളത്തിൽ നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി നമ്മുടെ ASM ജിനീഷ് സാറിനെ പോലുള്ള, അതേപോലെ ജോമൽ സാറിനെ പോലുള്ള, AB സാറിനെ പോലുള്ള, അതേപോലെ ശ്രുതി മേഡത്തെ പോലുള്ള നിരവധി ആളുകൾ, അതേപോലെ തന്നെ നമ്മുടെ സൗത്ത് ഇന്ത്യൻ മാനേജർ ആയിട്ടുള്ള നമ്മുടെ റിജിൽ സാർ, ഇവരൊക്കെ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ ഉള്ള സമയത്ത് നല്ലൊരു സിസ്റ്റത്തിന്റെ സപ്പോർട്ടോട് കൂടിയിട്ട് നമുക്ക് എന്തുകൊണ്ട് വളർന്നുകൂടാം? ഒരുപാട് ആളുകൾക്ക് മാറ്റം ഉണ്ടാക്കാൻ കാരണമായ ഒരു ഓപ്പർച്യൂണിറ്റിയിൽ നമ്മൾക്ക് എന്തുകൊണ്ട് വളർന്നുകൂടാം? സോറി ഫോർ ദി ഇന്ററപ്ഷൻ. ആ സ്ക്രീൻ ഒന്ന് ക്ലോസ് ചെയ്തിട്ട് ഒന്ന് സംസാരിക്കാവോ? അറ്റാച്ച് ചെയ്ത സ്ക്രീൻ. നമുക്ക് എന്ത് വളർന്നുകൂടാ എന്ന് നമ്മൾ ചിന്തിക്കാൻ നമുക്ക് തയ്യാറാവും. അപ്പം 100% ഏതൊരു മേഖല എടുത്തു കഴിഞ്ഞാലും സിസ്റ്റത്തിന്റെ ഒരു സിസ്റ്റം സപ്പോർട്ട് ഉണ്ടെങ്കിൽ, നിങ്ങളുടെ ജീവിതത്തിലാണെങ്കിലും വളരെ സിസ്റ്റമാറ്റിക് ലൈഫാണ് നിങ്ങൾക്കുള്ളതെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റം ഉണ്ടാവും. അപ്പൊ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സിസ്റ്റം നിങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ തയ്യാറാണെങ്കിൽ എങ്കിൽ മാത്രമാണ് നിങ്ങളുടെ ബിസിനസ്സിൽ നിങ്ങൾക്ക് ഒരു സിസ്റ്റം ഉണ്ടാവുക. അപ്പൊ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സിസ്റ്റം നിങ്ങൾ അപ്ലൈ ചെയ്യാം. ആ സിസ്റ്റത്തെ നിങ്ങളുടെ ബിസിനസ്സിൽ നിങ്ങൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും വരാവുന്ന വർഷങ്ങളിൽ മൾട്ടി ബില്യണറായി മാറാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയിലാണ് നിങ്ങൾ ഇരിക്കുന്നത്. കാരണം കഴിഞ്ഞ 80-ലധികം വർഷമായി 100-ലധികം രാജ്യങ്ങളിൽ വളരെ സക്സസ്ഫുൾ ആയി പ്രവർത്തിക്കുന്ന ഒരു ഓപ്പർച്യൂണിറ്റി. അമേരിക്ക പോലുള്ള രാഷ്ട്രങ്ങളിൽ സ്വന്തം ഫ്ലൈറ്റ് പോലും സാധാരണ ലെവലിൽ വന്ന് സ്വന്തം ഫ്ലൈറ്റ് പോലും പർച്ചേസ് ചെയ്യാനും അതിലൂടെ അത് സ്വന്തമാക്കാനും കാരണമായ ഒരു അവസരം ഇന്ത്യയിൽ ഇതിന്റെ ബിഗിനിങ് ടൈമിലാണ്. ശരിയായ രീതിയിൽ പഠിക്കാനും ശരിയായ രീതിയിൽ മനസ്സിലാക്കാനും ശരിയായ രീതിയിൽ അപ്രോച്ച് ചെയ്യാനും ശരിയായ രീതിയിൽ സിസ്റ്റത്തെ ഫോളോ ചെയ്യാൻ തയ്യാറായാൽ ഉറപ്പായിട്ടും ബിസിനസ് വിജയിക്കാൻ നിങ്ങൾക്കും കഴിയും. അങ്ങനെ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവർക്കും വലിയ വിജയങ്ങൾ ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. വിഷ് യു ആൾ ദി വെരി ബെസ്റ്റ്. ഹാവ് എ ഗുഡ് ലൈഫ്. ഹാവ് എ ഗ്രേറ്റ് ലൈഫ്. All the very best. Thank you.